എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമല്ലേ? അതാതെ നമ്മളിപ്പോ ക്രിസ്മസ് എക്സാം ആയല്ലേ, എല്ലാരും അത് അറിഞ്ഞല്ലോ. നമ്മുടെ ക്രിസ്മസിന്റെ ഡേറ്റ് ഒക്കെ ഇതാക്കിയല്ലേ, നമ്മുടെ ഇലക്ഷൻ ഒക്കെ അതും അറിഞ്ഞില്ല എല്ലാരും. ഇലക്ഷൻ ഒക്കെയാണ്, നമ്മുടെ ഇലക്ഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം എന്തായാലും ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാം മാറ്റൂ, ജനുവരിയിലേക്ക് ആക്കൂ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും പേടിക്കണ്ട, ക്രിസ്മസിന് മുമ്പ് എന്ത് ചെയ്യും, ക്രിസ്മസ് എക്സാം തീർന്നിരിക്കും. ആരും അത് ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട. അപ്പൊ ചിലവർ ടെൻഷൻ അല്ല, ചിലവർക്ക് സമാധാനമല്ലോ, ജനുവരി വരെ ഉണ്ടല്ലോ, വെക്കേഷൻ ഒന്ന് പഠിക്കാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കണവരുണ്ടോ? അത് നല്ലൊരു കാര്യമാണ്. സ്റ്റിൽ നമുക്ക് ക്രിസ്മസ് അടിച്ചു പൊളിക്കണ്ടേ? അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യണം, നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച ക്രിസ്മസ് സൂപ്പറായിട്ട് അടിച്ചു പൊളിക്കാലോ. അതെ, അപ്പൊ നമ്മൾ അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പതിയെ ഓരോ സെക്ഷൻസ് ആയിട്ട് അങ്ങോട്ട് പഠിക്കാം. ഫിസിക്സ് ആണ് മിസ് എടുക്കുന്നത്. അപ്പൊ മിസ് ഫിസിക്സിന്റെ കാര്യങ്ങളായിരിക്കും പറയണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ബാക്കി മിസ്സുമാരൊക്കെ ഉണ്ട്, അപ്പൊ അവര് ബാക്കി സെക്ഷൻസ് ഒക്കെ പഠിപ്പിക്കും കേട്ടോ. കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എന്താ നോക്കണ്ടേ, നിങ്ങൾ ഫിസിക്സ്, ഞാൻ മിസ് ഫിസിക്സ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫിസിക്സ് നമുക്ക് പഠിക്കാം അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പം മിസ് 2-3 ക്ലാസ് ആയിട്ട് നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിക്കാമെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്ററാണെന്നറിയോ? നമ്മുടെ ലെൻസസ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇനി ഇതിപ്പോൾ മിസ്സിൻ്റെ എനിക്ക് തോന്നുന്നു 3-4 സെക്ഷൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ എല്ലാവരും പോയി കാണണം കേട്ടോ. എന്നാൽ മാത്രമേ കണ്ടിന്യൂഷൻ കിട്ടി നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ് അല്ലേ എല്ലാവരും? ആരും ഒന്നും ഓർത്ത് പേടിക്കുക അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും ആവണ്ട. നമ്മൾ പതിയെ എല്ലാം പഠിച്ച് സെറ്റ് ആക്കും കേട്ടോ. ഓക്കെ, അപ്പം മിസ് അധികം വാചകം അടിക്കുന്നില്ല, മിസ് അങ്ങോട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ മിസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം തന്നെ ലെൻസിനെ കുറിച്ചാണ് പഠിച്ചത്. നമുക്ക് 2 തരം ലെൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഒക്കെ ഉണ്ടെന്ന് മിസ് പറഞ്ഞായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ റേ ഡയഗ്രാം ഓഫ് കോൺവെക്സ് ലെൻസിനെ കുറിച്ച് നോക്കിയല്ലേ. നമ്മൾ റേ ഡയഗ്രാം നോക്കി, എങ്ങനെയാണ് കോൺവെക്സ് ലെൻസിൽ ഒരു ലൈറ്റ് ഫോം ചെയ്യാമെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റേ ഡയഗ്രാം ആണ് നോക്കിയിട്ടുണ്ടായത് അല്ലേ? നമ്മൾ 5 തരം റേ ഡയഗ്രാംസ് നോക്കി. അതായത് ഒബ്ജക്റ്റ് മാറുന്ന അനുസരിച്ച് ഇമേജും മാറിക്കൊണ്ടിരിക്കും അല്ലേ? അതും നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ സെക്ഷനിൽ കോൺവെക്സ് ആയിരുന്നെങ്കിൽ ഈ സെക്ഷനിൽ കോൺകേവിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റേ ഡയഗ്രാം ഓഫ് കോൺകേവ് ലെൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഉഷാറല്ലേ? മിസ് എടുക്കട്ടെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, അപ്പൊ നമ്മൾ റേ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ ഓഫ് കോൺകേവ് ലെൻസ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ കോൺവെക്സ് ലെൻസിൽ 3 റൂൾസ് നോക്കിയായിരുന്നു. അതായത് എന്തൊക്കെയായിരുന്നു? വൺസ് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. എന്ത് സംഭവിക്കുന്നു? ഇത് ആക്സസ്, ഒപ്റ്റിക് ആക്സസ് ആണ്. നമ്മുടെ ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ എവിടെ കൂടി പോകുന്ന ഫോക്കസിൽ കൂടി പോകുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? പിന്നെ നമ്മൾ ഒപ്റ്റിക് സെന്ററിൽ കൂടി ലൈറ്റ് പോകുമ്പോൾ ഒപ്റ്റിക് സെന്ററിൽ കൂടി ലൈറ്റ് പോകുമ്പോഴും ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട് പോകുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ഇനി ഫോക്കസിൽ കൂടി ആ ലൈറ്റ് പോകുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഇങ്ങനെ ലൈറ്റ് ഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ പല പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കിയായിരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോൺകേവ് ലെൻസിനും കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഒക്കെ എന്താന്ന് നോക്കാം. ആ റൂൾസ് ഇവിടെ കിടപ്പുണ്ട്, നമുക്കത് അങ്ങോട്ട് പഠിച്ചല്ലോ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതേ നോക്കിയേ, മിസ് ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു കോൺകേവ് ലെൻസിന്റെ ലൈറ്റ്സ് എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്താൽ പോവാന്ന്. അതുകൊണ്ട് നമ്മൾ ഇതിന് പറയാ, ഡൈവേർജിങ് ലെൻസ് എന്നാ പറയാ. അതായത് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും, ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോകും എന്നാണ് മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ സ്പ്ലിറ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കിലേക്ക് ഒരു പർട്ടിക്കുലർ പോർഷനിലേക്ക് കൊണ്ടുവരും. നമുക്ക് പഠിക്കാം. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കിയേ, ഇതെന്താണ്? ഫസ്റ്റ് കേസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് കേസിൽ നോക്കിയേ, അതായത് നമുക്ക് ഓക്കെ, ലൈറ്റ് വന്ന് ഇങ്ങനെ വന്ന് വീഴാം. ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു. അതാണ് ഇവിടെ ഫസ്റ്റ് കേസിൽ. ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കാം? ലൈറ്റ് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ നമ്മുടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഈ ലൈൻ നോക്കണ്ട, ആ ലൈൻ നിങ്ങൾ നോക്കാന്നും വേണ്ട, അത് വെറുതെ ഒരു രസത്തിൽ വെച്ചേക്കും, അത് നോക്കണ്ട, അത് ആരും നോക്കണ്ട. ഏതാ നോക്കേണ്ടത്? ഈ ലൈറ്റ് നോക്കിയാൽ മതി.
ഇങ്ങനെ വന്ന് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ലൈറ്റ് എങ്ങനെ റിഫ്ലക്ട് ചെയ്തു പോകുന്നു? ഈ ഡയറക്ഷനിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഓക്കെ ഓക്കെ അടുത്തത് നോക്കിയേ. പക്ഷേ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തു? ബാക്കിലേക്ക് ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോക്കസിലേക്ക് എന്ത് ചെയ്യും? ഇമേജ് വന്ന് വീഴുന്നു. ശരിക്കും ലൈറ്റ് എന്താ സംഭവിക്കുന്നത്? The ray of light parallel to the optic axis incident on a concave lens. അതായത് ഈ പ്രിൻസിപ്പൽ ആക്സസിന് അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സസിന് പാരലായിട്ട് ലൈറ്റ് വീഴുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇതെന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകും അല്ലേ? പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഫോക്കസിലേക്ക് ഇമേജിനെ ഫോം ചെയ്യും. In a ray of light, when it is deviated, diverged from the concave lens, we will എന്താ പറയാ, ഈ ഇമേജിനെ എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കും? നമ്മുടെ ഒബ്ജക്റ്റിന് ഏത് സൈഡിലാണോ ആ സൈഡിലത്തെ ഫോക്കസിലേക്ക് എന്ത് ചെയ്യും? ഫോക്കസിലേക്ക് എന്ത് ചെയ്യും? പോയിന്റ് ഔട്ട് ചെയ്യും കേട്ടോ. ഫോക്കസിലേക്കായിരിക്കും ഇമേജ് വന്ന് ഫോം ചെയ്യാനുണ്ടാവുക. നമുക്കറിയാം കോൺകേവ് ലെൻസിന് എന്താ ഡൈവേർജിങ് പവറാ അല്ലേ ഉള്ളത്. അപ്പൊ ഡൈവേർജിങ് ആയതുകൊണ്ടാണ് ലൈറ്റ് അങ്ങനെ പോകുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോക്കസിലേക്ക് ഇമേജ് ഫോം ചെയ്യുന്ന രീതിക്കാകും. ഇനി സെക്കൻഡ് കേസ് നോക്കിയേ. സെക്കൻഡ് കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? മറ്റേ കേസിലാവുമ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിലാവുമ്പോൾ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ഫോക്കസിൽ കൂടി പോകും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കും? ഇതും അതേപോലെ തന്നെ. പക്ഷെ എന്ത് ചെയ്യും? ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ശരിക്കും എന്ത് പോകുക? എന്താണ്? ഒപ്റ്റിക് ആക്സിസിന് the light ray passing through the lens directly towards the principal focus of the other side. അതായത് ഇങ്ങനെ വരുന്നു, ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഫോക്കസിലേക്ക് ഇമേജ് വന്ന് വീഴുന്നുണ്ട്. ഫോക്കസിലേക്ക് ഇമേജ് വന്ന് ഫോം ചെയ്യാൻ നോക്കും. നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ 3 നമുക്കറിയാമായിരുന്നു, അതൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും എന്നറിയുന്നു. പക്ഷെ കോൺകേവിന്റെ കേസിൽ എന്താ? അത് കൺവേർജ് ചെയ്യില്ല. അതിന് പകരം അതെന്താ ചെയ്യുക? ഡൈവേർജ് ചെയ്യാട്ടെ. എന്താണ്? ഡൈവേർജ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഇനി 2 കേസിലും സിമിലർ ആയിട്ടുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ. അത് ഏതാണെന്നറിയോ? നമ്മുടെ കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും വൺസ് ദ റേ ഓഫ് ലൈറ്റ് ഈസ് പാസിങ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ, അതായത് ഒപ്റ്റിക് സെന്ററിൽ കൂടി ലൈറ്റ് റേ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നു? ലൈറ്റ് റേ പോകൂട്ടോ. എന്താണ് മിസ് പറഞ്ഞത്? കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും ഒരേപോലത്തെ ഒരു പ്രോപ്പർട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ when the ray of light passes through the optic center, ഒപ്റ്റിക് സെന്ററിൽ കൂടി റേ ഓഫ് ലൈറ്റ് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നു? ലൈറ്റ് റേ ഇങ്ങനെ പാസ് ചെയ്ത് പോകുട്ടോ. എന്താണ്? ലൈറ്റ് റേ പാസ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തൊക്കെയെന്ന്? ഫസ്റ്റ് കേസിൽ എന്താ? റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒപ്റ്റിക് ആക്സസിന് പാരലൽ ആയിട്ട് പോകുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്ത് പോകും. പക്ഷെ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ ഫോക്കസിലേക്ക് എന്ത് ചെയ്യും? ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺകേവ് ലെൻസിന് ഇങ്ങനെ ഒരു ലൈറ്റ് പോകുമ്പോൾ ശരിക്കും എന്താ? ഫോക്കസിൽ കൂടിയാണ് പോകേണ്ടത്. പക്ഷെ എങ്ങനെ പോകുന്നു? പ്രിൻസിപ്പൽ ആക്സിസിന് ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്നു. ആൻഡ് ദ തേർഡ് കേസ് എന്തായിരുന്നു? ഒപ്റ്റിക് സെന്ററിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ട് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും കേട്ടോ. അപ്പൊ 3 റൂൾസ് മനസ്സിലായില്ലേ? ഈ 3 റൂൾസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇത് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കോൺകേവ് ലെൻസിന്റെ കേസ് നോക്കുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസിന് ഓൾറെഡി നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പൊ അതേ നമ്മൾ കോൺവെക്സ് ലെൻസിനും നോക്കി. അപ്പൊ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസിനും ഒരു സിമിലാരിറ്റി ഉള്ള എന്താണ്? ഓപ്റ്റിക് സെന്ററിൽ കൂടി പോകുമ്പോൾ ഡിഫ്ലക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ബാക്കി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്താ? ഈസിയാണ്. പക്ഷെ ഞാൻ മിസ് എടുത്ത് പറയും, ഇപ്പൊ കോൺകേവ് എടുക്കുന്നതുകൊണ്ട് കോൺകേവ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ എല്ലാവരും ആ സെക്ഷൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ, അഥവാ മിസ്സിന്റെ സെക്ഷൻ ഇട്ടിട്ടുണ്ട്, മിസ് വീഡിയോ ഇട്ടിട്ടുണ്ടാകും, ആ വീഡിയോ എന്തായാലും എല്ലാവരും കാണണം കേട്ടോ. അപ്പൊ കോൺവെക്സ് ലെൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺകേവ് ലെൻസ് അത്രേ ടാസ്ക് ഇല്ല, നല്ല ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. എന്താ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമ്മള് പ്രിൻസിപ്പിൾ ആണ് ഇപ്പൊ നോക്കിയത്. ഇനി നമുക്ക് ഈ പ്രിൻസിപ്പിൾ വെച്ച് എന്ത് ചെയ്യണം? നമ്മുടെ റേ ഡയഗ്രാം ഉണ്ടാക്കണം കേട്ടോ. എന്താണ്? പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ റേ ഡയഗ്രാം ഉണ്ടാക്കണേ. ഓക്കെ, നമുക്ക് നോക്കാം.
ഫസ്റ്റ് കേസ് നമ്മൾ മിസ് കമ്പാരിസൺ പോലെ പറയുന്നത് കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമ്മൾ സ്റ്റാർട്ടിങ് എവിടെ തുടങ്ങിയത്, നമ്മൾ ബിയോണ്ട് 2F ആണ്. എന്താണ് 2Fന്റെ ബാക്കിലായിട്ട്. ഇനി 2F എഫ് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ഓൾറെഡി മിസ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി ഈ സെക്ഷനിൽ ഒന്നും കൂടി മിസ് എടുത്ത് പറയാം. 2Fഉം എഫും തന്നെ, എഫ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ? അതെ, പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് എഫ് എന്ന് പറയണ്ടാവുക. അപ്പോൾ ഈ എഫ് എന്ന് പറയണത് ഓക്കെ, ഈ എഫ് എന്ന് പറയണത് 2 ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഈ എക്സ് എന്ന് പറയണത് എഫ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ, 2 മീറ്റർ ആണെങ്കിൽ ഈ 2Fഉം എഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4 ആണ്. എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 4 ആണ് കേട്ടോ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിന്റെ ഇരട്ടിയായിട്ടല്ലേ നമുക്ക് ടോട്ടൽ ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് 2F വരുമ്പോൾ ഇതിന്റെ ഇരട്ടിയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അതിനെന്താ പറയുന്നത്, 2F എന്നുള്ള ഒരു പേര് കൊടുക്കണം കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ എഫും 2F, F2F എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചില്ലല്ലോ. പ്രിൻസിപ്പൽ ഫോക്കസ് മാത്രമല്ലേ നമ്മൾ പഠിച്ചോളൂ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് 2F വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എഫിന്റെ അത്ര തന്നെ ആയിരിക്കും ഇത്രയും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? 2 ഇരട്ടി അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പേരിന് അതിനെ നമ്മൾ എന്ത് ഇട്ടു? 2F എന്ന് പറഞ്ഞ് ഇട്ടു കേട്ടോ. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ മിസ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ കോൺവെക്സ് ലെൻസിലത്തെ കേസിൽ നമ്മൾ സ്റ്റാർട്ടിങ് എവിടെന്നാ തുടങ്ങിയത്? നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ വെക്കുന്നു? ബിയോണ്ട് 2F, അതായത് 2F എന്ന് പറഞ്ഞ ഈ പൊസിഷന്റെ ബാക്കിലായിട്ട് വെച്ചപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് അങ്ങനെ പോയി നമ്മൾ ഇവിടെ എഫിനും ഒപ്റ്റിക് സെന്ററിന്റെ ഇടക്ക് വരെ എത്തി. നമ്മൾ അവിടെ വരെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായത്. പക്ഷേ ഈ കേസിൽ സ്റ്റാർട്ട് ചെയ്യണത് മിസ് ഓൾറെഡി പറഞ്ഞു, കോൺകേവ് ലെൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ ആണ്. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺകേവ് ലെൻസിന്റെ ഫസ്റ്റ് തന്നെ വെക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ഒബ്ജക്റ്റ് നമ്മുടെ 2Fന്റെയും എഫിന്റെയും ഇടയിലാണ്. എന്താണ്? 2Fന്റെയും എഫിന്റെയും ഇടയിലാണ് നമ്മുടെ എന്ത് വെക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റ് വെക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ മിസ് എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചു. ഒബ്ജക്റ്റ് വെച്ച് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? അഫ്കോഴ്സ് നമുക്കറിയാം, ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴും അല്ലേ? ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു. നമുക്കറിയാം കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത അത് ഡൈവേർജന്റ് ലെൻസ് ആണ്. അതായത് എന്താ, അവർ തമ്മിൽ ഒരിക്കലും ലൈൻസ് തമ്മിൽ ഇങ്ങനെ ഒരുമിക്കില്ല. അവരെന്താ, അണ്ണനും തമ്മിൽ അവർ തമ്മിൽ ഒരു ബന്ധമില്ല. അവരിങ്ങനെ മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവരെന്താ മാറി നിൽക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇവരെ ഒന്നിപ്പിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ മലയാളികൾ എന്താണ്, പിരിഞ്ഞു പോയവരൊക്കെ എന്താ ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമമല്ലേ നടത്തുള്ളൂ. അത് തന്നെ. അപ്പൊ അത് തന്നെയാണ് അവർ ഇവിടത്തെയും ചെയ്യാൻ. എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം ശരി, ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴും അല്ലെ? എന്താണ് ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ നമുക്കറിയാം ഇതെന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന നമുക്കറിയാം. റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ വേറൊരു വഴി കണ്ടുപിടിച്ചായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ആ ലൈറ്റ്സിന് എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മുടെ ഫോക്കസിലേക്ക് വരും എന്ന് മിസ് പറഞ്ഞില്ലേ? അപ്പൊ ഇമേജ് എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു? ഫോക്കസിലേക്ക് വരും എന്നല്ലേ? ലൈറ്റ്സിന് ഇങ്ങനെ ബാക്കിലേക്ക് ഫോം ചെയ്തിട്ട് ആ ലൈറ്റ്സ് വന്ന് വീഴുന്ന സ്ഥലമാണ് എന്ത്? ഫോക്കസ് എന്ന് പറയാം. ആൻഡ് ഓൾസോ നമുക്ക് ഓൾറെഡി ഒരു പ്രശ്നമില്ലാണ്ടിരിക്കണ ആരാ? നമ്മുടെ ലൈറ്റ്സ് വന്ന് ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുമ്പോൾ എന്തായാലും ഡിഫ്ലക്ഷൻ സംഭവിക്കോ? ഇല്ല, ഒരു ഡിഫ്ലക്ഷനും സംഭവിക്കില്ല. അപ്പൊ അതേ നോക്കിയേ, ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നു. നമ്മുടെ നേരത്തെ ലൈറ്റ്സും ഈ ലൈറ്റും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കിയേ. എന്താ? നമ്മുടെ എഫിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും നടുക്കാണ്, അല്ലെങ്കിൽ എഫിന്റെയും ലെൻസിന്റെ നടുക്കായിട്ടാണല്ലേ എന്ത് ഫോം ചെയ്യണത്? നമ്മുടെ ഇമേജ് ഫോം ചെയ്യണുണ്ടാവുക. എന്താണ്? ഇമേജ് ഫോം ചെയ്യണുണ്ടാവുക. പക്ഷെ ആ ഇമേജ് നോക്കിയേ, നല്ല കുട്ടി ഇമേജാ അല്ലെ? എന്താണ്? ഒരു കുട്ടി ഇമേജാണ് നമുക്ക് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. ഒരു കുട്ടി ഇമേജാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയണത് കേട്ടോ. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ? നമ്മള് 2Fന്റെയും എഫിന്റെയും നടുക്ക് ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലൈറ്റ് റേസ് വന്ന് വീഴുന്നു. അവിടെ നിന്ന് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മൾ ബാക്കിലേക്ക് ലൈറ്റ് വന്ന് ഫോൾ ചെയ്യിപ്പിക്കുന്നു. അതേപോലെ ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുമ്പോഴെന്ത് ചെയ്യുന്നു? ലൈറ്റ് സാധാരണ ഡിഫ്ലക്ട് ചെയ്യാണ്ട് പോകും അല്ലേ? അപ്പൊ അത് രണ്ടും കൂടി വന്ന് മുട്ടണ പോയിന്റ് ആണ് ഇത്. അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്തായിരിക്കും? ഭയങ്കര കുട്ടി ഇമേജ് ആയിരിക്കും അല്ലെ?
അപ്പൊ നമുക്കറിയാം എന്താ ഇമേജ് എവിടെ, പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെ, ബിറ്റ്വീൻ എന്താണ് എഫ് ആൻഡ് ഒപ്റ്റിക് സെന്റർ അല്ലേ, എഫ് ആൻഡ് ഒപ്റ്റിക് സെന്റർ അല്ലേ, മനസ്സിലായല്ലോ. എഫ് ആൻഡ് ഒപ്റ്റിക് സെന്ററിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പൊസിഷൻ ഓഫ് ഇമേജ് ഫോം ചെയ്യാനുണ്ടാവുക. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്താ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത്, എന്ത് ഇമേജ് ആയിരിക്കും? അഫ്കോഴ്സ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ, ഇതെന്താ ഭയങ്കര ഡിമിനിഷ്ഡ് ഇമേജ് അല്ലേ, അതായത് ഭയങ്കര കുട്ടി ഇമേജ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എഴുതാൻ എന്താ, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. പിന്നെ എന്ത് ഇമേജ് ആയിരിക്കും നിങ്ങൾക്കറിയോ? വെർച്വൽ ആയിരിക്കോ റിയൽ ആയിരിക്കോ? നമ്മൾ വെർച്വലിനും റിയലും എന്താന്ന് പഠിച്ചു. റിയൽ ആദ്യം നോക്കാം. റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആ ഇമേജ് എവിടെ ഫോം ചെയ്യുക, ഒരു സ്ക്രീനിലാണ് ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ റിയൽ ഇമേജ് എന്ന് പറയും. പക്ഷെ വെർച്വൽ ഇമേജ് ആണെങ്കിൽ സ്ക്രീനിൽ ഫോം ചെയ്യോ? ഇല്ലല്ലേ. അതാ ഔട്ട്സൈഡ് ദ സ്ക്രീൻ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ആ ലെൻസിലോ അല്ലെങ്കിൽ മിററിന്റെ കേസിലൊക്കെ അവിടെയാണ് ഫോം ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇതൊരു പുറത്ത് നമ്മളൊരു എവിടെ വെച്ചാൽ അവിടെ ഉണ്ടാവോ? ഇല്ല. അതിന് പകരം എവിടെ ഉണ്ടാവുക, നമ്മുടെ ഈ ലെൻസിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും, ഇതെന്ത് ഇമേജ് ആണ്? വെർച്വൽ ഇമേജ് അല്ലെ, വെർച്വൽ ആണ്. ഇനി ഒരു ഒറ്റ കാര്യം കൂടി ഉള്ളൂ, എന്താണ് ഇത്? അത് നേരെ നിൽക്കുന്നതാണോ തലതിരിഞ്ഞതാണോ? എന്താണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, തലതിരിഞ്ഞതാ അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇറക്റ്റ്. അപ്പൊ നമുക്ക് ഡയഗ്രാം വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. അപ്പൊ ഈ പൊസിഷനിൽ എന്തൊക്കെ മനസ്സിലായി? ഇത് കുഞ്ഞിതാണ്, അത് നമുക്ക് വരക്കുമ്പോൾ തന്നെ അറിയാം, അതാണ് ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താ, റിയൽ ഇമേജ് അല്ല, ഇത് സ്ക്രീനിലല്ല ഉണ്ടാവുന്നത്, അതുകൊണ്ട് എന്താ വെർച്വൽ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഇത് നേരെ നിൽക്കുന്ന ഒരു ഇമേജ് അല്ല, നമ്മുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഇമേജും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എന്താ, ഇത് ഇറക്റ്റ് അല്ലേ, എന്താണ്, ഇറക്റ്റ് ആണ്. അപ്പൊ സെറ്റ് അല്ലേ, എല്ലാവരും സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചല്ലേ നമ്മൾ ഫസ്റ്റ് കേസ് തന്നെ. അത് മിസ് ഒരു കാര്യം എഴുതാൻ പറ്റും, എന്താണ് ഈ ഇമേജ്, നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ വെച്ചേക്കുന്നത്, ഒബ്ജക്റ്റ് അറ്റ് എന്താ 2F, ഒബ്ജക്റ്റ് അറ്റ് എന്നല്ല, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എന്ന് പറയാം അല്ലെ, ബിറ്റ്വീൻ അല്ലേ, രണ്ടിന്റെയും ഇടയിലല്ലേ, 2Fന്റെയും Fന്റെ ഇടയിലാ അല്ലെ. അപ്പൊ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F അല്ലേ, F ആൻഡ് 2F എന്താണ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F കേട്ടോ. സെറ്റ് അല്ലേ, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് പഠിച്ചല്ലേ. ഇനി ഒരു ഒറ്റ കേസേ ഉള്ളൂ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം, മിസ് ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ഇത് വ്യത്യാസമൊന്നുമില്ല, ഇത് തന്നെയാണ് അവിടുത്തെ ഉണ്ടാവുക. കോൺകേവ് ലെൻസിന്റെ കേസിൽ എപ്പോഴും സിമിലാരിറ്റീസ് ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ മിസ് കോൺവെക്സ് ലെൻസ് ആണ് ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ്. കോൺകേവ് ലെൻസ് കോംപ്ലിക്കേറ്റഡ് ആണെന്നേ പറയാൻ പറ്റില്ല, കാരണം ഈസി ആണത്. അപ്പൊ ഇനി നമ്മൾ എന്താ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F എന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ F ആൻഡ് 2F നോക്കി. ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു കേസും കൂടി ഉള്ളൂ. ഒബ്ജക്റ്റ് എവിടെ, നമ്മുടെ എഫിന്റെയും ഒറിജിന്റെയും ഇടയിൽ. എവിടെയാണ്? എഫിന്റെയും ഒറിജിന്റെയും ഇടയിലാണ് എന്ത്, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് പറയാ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് എന്താണ്, നമ്മുടെ ഒപ്റ്റിക് സെന്റർ, അല്ലെങ്കിൽ എന്താ ഒപ്റ്റിക് സെന്റർ എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ ലെൻസ് എന്ന് പറയാട്ടോ. എന്താണ് ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ലെൻസ് ആണ് സാധാരണ എല്ലായിടത്തും കൊടുക്കാറ്, ലെൻസ് എന്നാണ്. അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് മിസ് എടുത്തു പറഞ്ഞത്. ലെൻസ് എന്നോ ഒപ്റ്റിക് സെന്റർ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത്ര ഉള്ള കാര്യം, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റ്? ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ കൂടി ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഞാൻ നോക്കിയാൽ നമ്മൾ ഇത്ര നേരം പഠിച്ചതൊക്കെ തന്നെ എന്താണ്, നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നു എവിടെ, എഫിന്റെയും ലെൻസിന്റെയും നടുക്ക് വെക്കുന്നു.
അഫ്കോഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുന്നു, ആ ലൈറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പുറത്തേക്ക് പോകും അല്ലേ, ഡൈവേർജ് ചെയ്ത് പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ ഫോക്കസിൽ വന്ന് ഫോക്കസ് ആവുമെന്നും പറഞ്ഞു. എന്താ, ഇവിടെ വന്ന് ഫോക്കസ് ആവും അല്ലേ, ഫോക്കസ് ആകും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യും, നേരത്തെ കേസ് തന്നെ ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുന്നു. എന്താണ്, ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകും. എന്താ, ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുമ്പോഴേ എവിടെ ഫോം ചെയ്യും, കണ്ടോ, 2 ലൈനും കൂടി വന്ന് വീഴുന്ന സ്ഥലം ഏതാണ്, ഏത് സ്ഥലമാണ്, ഇതാ അല്ലെ, 2 ലൈനും കൂടി വന്ന് വീഴുന്ന സ്ഥലം ഏതാണ്, ഇവിടെയാണ് നമ്മുടെ 2 ലൈനും കൂടി വന്ന് വീഴുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഇമേജ് ഫോം ചെയ്യും. നേരത്തെ കേസ് തന്നെ നമ്മൾ ഇത്തിരി ഫ്രണ്ടിലേക്ക് എന്ത് വെച്ചു, ഒബ്ജക്റ്റ് വെച്ചു എന്നുള്ളൂ. രണ്ടും ഒരേ പോലെ തന്നെയാണ്. ഇവിടെയും ഇമേജ് എവിടെ ഉണ്ടാവുന്നത്, നമ്മുടെ ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും അല്ലെങ്കിൽ ഫോക്കസിന്റെയും ലെൻസിന്റെയും നടുക്ക് തന്നെയാണ് എന്തുണ്ടാവുന്നത്, ഇമേജ് ഫോം ചെയ്യണം കേട്ടോ. എന്താണ്, ഇമേജ് ഫോം ചെയ്യണത്. അപ്പൊ നമുക്ക് എഴുതാം, പൊസിഷൻ ഓഫ് ഇമേജ് എന്താ, പൊസിഷൻ ഓഫ് ഇമേജ് ബിറ്റ്വീൻ എന്താ, എഫ് ആൻഡ് ലെൻസ് അല്ലേ, എഫ് ആൻഡ് ലെൻസ്, ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ് എന്നാണ് കേട്ടോ, ഫോക്കസ് ആൻഡ് ലെൻസ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് സെയിം തന്നെ. നമ്മൾ കാണുന്നത് എങ്ങനെയാ, ഇതാ ഇവിടെ കണ്ണുണ്ടല്ലേ, കണ്ണിൽ കൂടി നമ്മൾ നോക്കുമ്പോ എന്താ കാണുന്നത്, നമ്മളെന്താ കുട്ടി ഇമേജ് അല്ലേ കാണുന്നത്, ഒബ്ജക്റ്റിനെ കാണുന്നത് ചെറുതല്ലേ, അപ്പൊ എന്താ, ഡിമിനിഷ്ഡ്. എന്താണ്, ഡിമിനിഷ്ഡ് ഇമേജ്, ഡിമിനിഷ്ഡ് ആണ്. പിന്നെന്ത് സാധനമാണ്, പിന്നെന്താ, റിയൽ ആണോ, റിയൽ അല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, വെർച്വൽ അല്ലെ, വെർച്വൽ ഇമേജ് ആണ്. എന്താണ്, വെർച്വൽ ഇമേജ് ആൻഡ് തേർഡ് വൺ എന്താ, ഇതെന്താ, നേരെ നിൽക്കുന്ന ഇമേജ് അല്ലേ, അതായത് ഇറക്റ്റ് അല്ലെ, ഇറക്റ്റ് നിവർന്ന ഇമേജ് ആണ്. അതുകൊണ്ട് എന്താ, ഇറക്റ്റ്. സെറ്റ് അല്ലേ. അപ്പൊ എന്താ, നമ്മൾ 2 കേസിൽ ഏതാണ്ട് ഒരേ ആൻസർ തന്നെ കിട്ടിയത്, ഒരേ പൊസിഷനിങ് ആണ്, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. അപ്പൊ ഈസി അല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ, ടാസ്ക് ഇല്ല. നമ്മൾ കോൺവെക്സ് ലെൻസ് പോലെയല്ല. കോൺവെക്സ് ലെൻസിൽ നമ്മൾ മിസ് പറഞ്ഞായിരുന്നു, ആദ്യം കുട്ടിയായിരിക്കും ഇമേജ്, പിന്നെ വലുതായി ഭയങ്കര വലിയൊരു ഇമേജ് വരെ എത്തും അല്ലെ, അത് എത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ, എപ്പോഴും എന്താ, ഡിമിനിഷ്ഡ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ പഠിക്കാൻ, സിമ്പിൾ അല്ലേ. അപ്പൊ സെറ്റ് അല്ലേ, എല്ലാവരും ഓക്കെ അല്ലേ. അപ്പൊ 2 കേസ് നമ്മൾ പഠിച്ചല്ലേ. ഫസ്റ്റ് കേസ് എന്തായിരുന്നു, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആയിരുന്നു. പിന്നത്തെ കേസ് നമ്മൾ എന്താ നോക്കിയാ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ നമുക്ക് അതൊരു ടേബിൾ ആക്കി എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, നോക്കിയേ, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പൊ ബിറ്റ്വീൻ എഫ് ആൻഡ് 2F എന്ന് പറയുമ്പോഴേക്കും പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാ, ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് അല്ലെ, എഫ് ആൻഡ് ലെൻസ് ആണല്ലോ, ഫോക്കസ് ആൻഡ് ലെൻസ് എന്ന് പറയാം. ഇത് എന്ത് ഇമേജ് ആയിരിക്കും, റിയൽ ആണോ വെർച്വൽ ആണോ, വെർച്വൽ അല്ലെ. നമ്മൾ നോക്കിയില്ലേ, സ്ക്രീനിലല്ല ഫോം ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ, വെർച്വൽ ഇമേജ് ആണ്. എന്താണ്, വെർച്വൽ ഇമേജ് ആണ്. ഇനി എന്താ, ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ, തലകീഴായി നിൽക്കുന്നതാണോ നേരെ നിവർന്ന് നിൽക്കുന്നതാണോ, നമ്മൾ 2 കേസിൽ എന്താ, ഇറക്റ്റ് അല്ലെ കണ്ടെത്തുന്നത്. എന്താണ്, ഇറക്റ്റ്. ഇനി മാഗ്നിഫൈഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ, മാഗ്നിഫൈഡ് ആണ്. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുത്, ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുട്ടി. അപ്പൊ ഡിമിനിഷ്ഡ് അല്ലേ, അതെ, ഡിമിനിഷ്ഡ്. മനസ്സിലായല്ലോ എല്ലാവർക്കും. ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ്. എവിടെയാണ് ഫോം ചെയ്യുന്നത്, ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ്. സെയിം കേസ് തന്നെ ഫോക്കസിന്റെ ലെൻസിന്റെ ഇടയിൽ വെക്കുമ്പോഴെന്താ, ഇതേ തന്നെ. എന്താണ്, ബിറ്റ്വീൻ എന്തായിരിക്കും, ഇമേജ് എവിടെ എന്താണ്, ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ്. പിന്നെന്താ, റിയൽ ആണോ വെർച്വൽ ആണോ എന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഇറ്റ് ഈസ് വെർച്വൽ അല്ലേ, വെർച്വൽ. പിന്നെ ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ എന്ന് വെച്ചാൽ എന്താ, അതായത് നിവർന്നതാണോ, നേരെ നിൽക്കുന്നതാണെങ്കിൽ ഇറക്റ്റ് എന്ന് പറയും, തലകീഴായി നിൽക്കുന്നതാണെങ്കിൽ ഇൻവേർട്ടഡ് എന്ന് പറയും. അപ്പൊ എന്താ, ഇറക്റ്റ്. ഇനി മാഗ്നിഫൈഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ മാഗ്നിഫൈഡ് അല്ലല്ലേ, ഡിമിനിഷ്ഡ് ആണ്.
ഡിമിനിഷ്ഡ്. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ എന്താ കോൺകേവ് ലെൻസിന്റെ കേസ്. കോൺകേവ് ലെൻസ് ഭയങ്കര ഈസി അല്ലേ? നമ്മൾ ഇത്ര നേരം പഠിച്ച പോലെ അല്ല, കോൺകേവ് ലെൻസ് ഭയങ്കര ഈസിയാണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ? അപ്പൊ കോൺകേവ് ലെൻസിന്റെ നമ്മൾ 2 കേസസ് നോക്കിയല്ലേ? ഏതൊക്കെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് 2Fഉം ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് എന്ന് പറയുന്നത്. ഈ 2 കേസും നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പോൾ എന്താ നമ്മുടെ കോൺകേവ് ലെൻസിന്റെ റേ ഡയഗ്രാം ഓഫ് ഇമേജ് നമ്മൾ നോക്കിയല്ലേ? റേ ഡയഗ്രാം വെച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കി, ഇമേജ് എവിടെ ഫോം ചെയ്യാന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഏതാണ്? എനി ഡൗട്ട്? അല്ല, എനി ഗസ്? എന്താണ്? നമ്മുടെ ലെൻസ് ഇക്വേഷൻ ആണ് കേട്ടോ. എന്താണ് ലെൻസ് ഇക്വേഷൻ? ലെൻസ് ഇക്വേഷൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ലെൻസിനും ഇക്വേഷനോ എന്നുള്ള ഡൗട്ടാണല്ലേ? ലെൻസിന് ഒരു കുട്ടി ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ അതായത് നിങ്ങളുടെ 8th-ലോ 9th-ലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മിറർ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെ, അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പം അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല, ലെൻസ് ഇക്വേഷൻ എങ്ങനെ വന്നു അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ അത് +1 +2 സയൻസ് സ്ട്രീം എടുക്കുന്നവർക്ക് അതുണ്ട്. പക്ഷെ നല്ല വെറൈറ്റി, നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ അത്. ഇപ്പം മിസ് പറയുമ്പോൾ അയ്യോ അത് ആ ഇക്വേഷൻ ഇനി എങ്ങനെ പഠിക്കും എന്നൊക്കെ എല്ലാവരും പേടിക്കും. പക്ഷെ അതൊന്നും പേടിക്കണ്ട, സിമ്പിളാണ്. അത് ഭയങ്കര ഈസിയാണ് ഡെറിവേഷൻ ചെയ്യാൻ. പക്ഷെ ഈ 10ാം ക്ലാസ് ആരും പേടിക്കേണ്ട. എന്താ? നമുക്ക് ഡെറിവേഷൻ ഇല്ല ഈ ചാപ്റ്ററിൽ, ഡെറിവേഷൻസ് ഇല്ല. ജസ്റ്റ് ആ ഇക്വേഷൻ പഠിക്കാം, അങ്ങോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലെൻസ് ഇക്വേഷനാണ് പഠിക്കേണ്ടതെന്ന് മിസ് പറഞ്ഞു. പക്ഷെ ലെൻസ് ഇക്വേഷന് മുമ്പായിട്ട് നമ്മൾ എന്ത് വേണം? കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നോക്കേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു ഇമേജ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടാകും. മിസ്സും ഇത് ഈസി ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെയും ഇമേജിനെയും ഡിനോട്ട് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ്? എന്താ? OB എന്നാണേ. OB മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്? OB വെച്ചാണ് ഒബ്ജക്റ്റിന്. എന്താണ് ഒബ്ജക്റ്റിന്? ഒബ്ജക്റ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യണത് OB വെച്ചാണ്. OB ഒബ്ജക്റ്റ് ആൻഡ് എന്താ IM എന്ന് പറയണത് ആ പേരിൽ തന്നെ ഉണ്ട്. IM എന്താ? ഇമേജ് ആട്ടോ. ഇമേജ് എന്നുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? OB ഒബ്ജക്റ്റ്, IM ഇമേജ്. അപ്പം നമ്മൾ മിസ് പറഞ്ഞു ഇതാണ് OB. അപ്പോൾ OB അവിടെ കിടക്കട്ടെ. ഓക്കെ, OB ആണ് ഇമേജ്, ആ ഒബ്ജക്റ്റ്. ഇത് IM ആണ് ഇമേജ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എന്ത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ് അല്ലേ? അപ്പോൾ അതിലൊന്നും ആർക്കൊരു ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, സെറ്റ്. ഇനി നോക്കിയേ, ഈ ഒബ്ജക്റ്റിൽ നിന്നും ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ ലെൻസ് വഴിയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ U എന്ന് പറഞ്ഞ് വിളിക്കും. എന്താണ്? ഒബ്ജക്റ്റിൽ നിന്നും നമ്മുടെ ഓപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ ലെൻസ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? U എന്ന് പറയും കേട്ടോ. U ആണ്. ആൻഡ് ഓൾസോ ലെൻസിൽ നിന്നും ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിന് എന്ത് പറയും? V എന്ന് പറഞ്ഞ പേര് കൊടുക്കും. V ആട്ടോ. V എന്ന് പറഞ്ഞ് കൊടുക്കും. എന്താണ്? ഒബ്ജക്റ്റിൽ നിന്നും ലെൻസ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ U എന്നും കൊടുക്കും. ഒബ്ജക്റ്റിൽ നിന്നും ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ V കൊടുക്കും കേട്ടോ. അപ്പം ABCD നമ്മൾ പറയുമ്പോഴേക്കും U V അങ്ങനെയല്ല. അപ്പം U തുടക്കം U അല്ലേ? നമ്മൾ ആദ്യം വെക്കണത് എന്താ? ഒബ്ജക്റ്റ്. അപ്പം അങ്ങനെ ഓർത്താൽ മതി. ഒബ്ജക്റ്റിന് U വെച്ച്, പിന്നെ U കഴിഞ്ഞല്ലേ V. അപ്പം നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടായാലല്ലേ ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പം ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എത്ര? V. സെറ്റ് അല്ലേ? ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പം U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ലെൻസ്. എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ലെൻസ് ട്ടാ. ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ലെൻസ്. ഇനി എന്താ? V എന്താ? ഡിസ്റ്റൻസ് ഫ്രം ലെൻസ് ടു ഇമേജ്. മനസ്സിലായല്ലോ? അപ്പം യുവും വിയും മനസ്സിലാക്കി. ഇനി എന്താ? ഇനി നമുക്കറിയാം ഒബ്ജക്റ്റിൽ നിന്നും ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറയും? ഫോക്കൽ ലെങ്ത് അല്ലേ? അപ്പം ഇതെന്താണ്? ഫോക്കൽ ലെങ്ത് അല്ലേ? ഫോക്കൽ ലെങ്ത്. അത് 2 സൈഡിലും ഇല്ലേ?
ഉണ്ടല്ലേ, രണ്ട് സൈഡിലുണ്ട്. നമുക്കറിയാം റിഫ്രാക്ഷൻ രണ്ട് രീതിയിലും നടക്കുന്നുണ്ട്, അതുകൊണ്ട് എന്താ ബെൻഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും എന്തുണ്ട്, ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. അപ്പോൾ ലെൻസിൽ നിന്നും ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയാം, ഫോക്കൽ ലെങ്ത് എന്ന് പറയും. അപ്പോൾ നമ്മൾ യു മനസ്സിലാക്കി, വി മനസ്സിലാക്കി. ഇനി ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ നമ്മൾ എന്ത് പറയും? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ നമ്മൾ എച്ച് ഒ എന്ന് പറയും കേട്ടോ. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ നമ്മൾ എന്ത് പറയും? എച്ച് ഒ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കേട്ടോ. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഓൾസോ ഈ എച്ച് ഐ ആണെന്ത് ഹൈറ്റ് ഓഫ് ഇമേജ്. എന്താണ് ഹൈറ്റ് ഓഫ് ഇമേജ്? ഹൈറ്റ് ഓഫ് ഇമേജ്. ഈസിയല്ലേ? ഈ 4 ടേംസ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. യു എന്താണ്? ലെൻസിൽ നിന്നും ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ്. വി എന്താണ്? ലെൻസിൽ നിന്നും ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ്. ആൻഡ് എച്ച് ഒ എന്താണ്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. എച്ച് ഐ എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ്. ഈ 4 കാര്യങ്ങൾ ഓർക്കുക. പിന്നെന്താ ഫോക്കൽ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ലെൻസ് ടു ഫോക്കസ്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഇത് വെച്ച് നമ്മൾ എന്താ ലെൻസ് ഇക്വേഷൻ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ വെറുതെ ലെൻസ് ഇക്വേഷൻ എഴുതിയിട്ട് കാര്യമില്ല. മിസ് ഇങ്ങനെ ലെൻസ് ഇക്വേഷൻ ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാം. അതെനിക്ക് അറിയാം, എന്നാലും ഞാൻ പറയാം. അപ്പോൾ അതിലേക്ക് ആ ഇക്വേഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്താ ഒരു കാർട്ടീഷ്യൻ റൂൾസ് ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് റൂൾസ് വെച്ചിട്ട് വേണം ആ ഇക്വേഷൻ എഴുതാൻ കാർട്ടീഷ്യൻ റൂൾസ് വേണ്ട. പക്ഷെ ആ ഇക്വേഷൻ നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ സെറ്റ് ആക്കണോ അല്ലെ, വാല്യൂസ് സെറ്റ് ആക്കണോ അല്ലെ. അപ്പം എന്താ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് ചെയ്ത ആൻസർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യണം ചിലപ്പോൾ മാറിപ്പോകാനും ചില ആൻസേഴ്സ് ഒക്കെ തെറ്റാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലെൻസ് ഇക്വേഷൻ എഴുതാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നുള്ളത് ടോപ്പിക് അല്ല, ഇതാ കുറച്ച് അറിയേണ്ട കാര്യം. വൈൽ സോൾവിങ് ദ മാത്തമാറ്റിക്കൽ പ്രോബ്ലം റിലേറ്റഡ് ടു ലെൻസ്, appropriate sign should be given for the measurement. These rules can be used in lenses in general. അപ്പോൾ ഒരു ലെൻസ് ഇക്വേഷൻ വെച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പം എന്താലോചിക്കണം? ഈ കാര്യം ആലോചിക്കണം. ഈ റൂൾസ് അല്ലെങ്കിൽ ഈ സയൻസ് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഓൾ ഡിസ്റ്റൻസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ്. അതായത് നമ്മളിപ്പോൾ എന്ത് വാല്യൂ എടുത്താലും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്മുടെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ്? ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് നമ്മൾ വാല്യൂ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും വാല്യൂ എവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ? നമ്മുടെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് മാത്രമേ വാല്യൂസ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്താണ്? ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് വാല്യൂ എടുത്താലും ഇങ്ങോട്ട് എടുത്താലും ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നായിരിക്കണം ഫസ്റ്റ് എടുക്കേണ്ടത്. സെക്കൻഡ് വൺ, ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡൻറ്റ് റേ ഷുഡ് ബി കൺസിഡർ പോസിറ്റീവ് ആൻഡ് ദോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഷുഡ് ബി കൺസിഡർ നെഗറ്റീവ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻസിഡൻറ്റ് റേ ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് വന്നതെന്ന് വിചാരിക്കും. എന്താണ്? ഇൻസിഡൻറ്റ് റേ ഇങ്ങനെയാണ് വരിക. ഇൻസിഡൻറ്റ് റേ ആണെന്ന് വിചാരിക്കും. ഇൻസിഡൻറ്റ് റേ ആണ്. അപ്പോൾ ഇൻസിഡൻറ്റ് റേ അങ്ങനെ വന്ന് വീഴുമ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിലാണ് വാല്യൂ എങ്കിൽ അതിനെന്ത് ചെയ്യാം? പോസിറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിൽ തന്നെയാണ് പോസിറ്റീവ് നമ്മുടെ വാല്യൂ ഉണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ വാല്യൂ മെഷർ ചെയ്യുന്നെങ്കിൽ അതെന്താ? പോസിറ്റീവാണ്. നമ്മുടെ വാല്യൂ പോസിറ്റീവായിട്ട് എടുക്കണം. പക്ഷേ ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വാല്യൂ മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയാം. നമ്മുടെ യു മെഷർ ചെയ്യണത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അതായത് ഈ ഡയറക്ഷനിലാണ്. ഇൻസിഡൻറ്റ് റേ എങ്ങോട്ടാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും അല്ലേ? ഇൻസിഡൻറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും, നമ്മൾ യു മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. അപ്പോൾ യുവിൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഇൻസിഡൻറ്റ് റേ ഇങ്ങനെയാണ്, നമ്മൾ വി എടുക്കണത് ഏത് ഡയറക്ഷനിലാണ്? ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിലല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല വിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നത്. അപ്പം അതെന്താ? വിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എങ്കിൽ അതെന്താ? പോസിറ്റീവാണ്. ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എങ്കിൽ
അത് നെഗറ്റീവ് ആട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ലാസ്റ്റ് റൂൾ എന്നും കൂടി പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് മെഷേർഡ് അബവ് ദ ഒപ്റ്റിക്സ് ആക്സിസ് ഷുഡ് ബി കൺസിഡർ പോസിറ്റീവ് ആൻഡ് ദോസ് ബിലോ ഷുഡ് ബി കൺസിഡർ നെഗറ്റീവ്. അതായത് ഇത് നോക്കിയേ, ഒപ്റ്റിക്സ് ആക്സിസിൻ്റെ മേളിലേക്കാണ് വാല്യൂ മെഷർ ചെയ്യുന്നതെങ്കിൽ, അതായത് മേളിലേക്കാണ് വാല്യൂ മെഷർ ചെയ്യുന്നതെങ്കിൽ ഇതെന്താണ്? പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഒപ്റ്റിക് ആക്സിസിൻ്റെ താഴത്തേക്കാണ് വാല്യൂ മെഷർ ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. മനസ്സിലായല്ലോ? അപ്പം എന്താ മിസ് പറഞ്ഞത്? ഒപ്റ്റിക് ആക്സിസിൻ്റെ മേളിലേക്കാണ് മെഷർമെൻ്റ് എടുക്കുന്നതെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഒപ്റ്റിക് ആക്സിസിൻ്റെ താഴത്തേക്കാണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പം മനസ്സിലായില്ലേ? ഓക്കെ, സെറ്റ്. അപ്പം നമ്മളെന്താ ഈ 3 റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ കാർട്ടീഷ്യൻ റൂൾ സെറ്റായി, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ സെറ്റായി. ഈ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. എന്താണ്? നമ്മൾ വാല്യൂസ് മെഷർ ചെയ്യുമ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഇരുവശങ്ങളിലേക്കും മെഷർ ചെയ്യുക. പിന്നെന്താ? ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ വാല്യൂ മെഷർ ചെയ്യുന്നതെങ്കിൽ അതെന്താ? പോസിറ്റീവാണ്. പക്ഷേ ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ വാല്യൂ മെഷർ ചെയ്യുന്നതെങ്കിൽ അതെന്താ? നെഗറ്റീവാണ്. പിന്നെന്താ? ഒപ്റ്റിക് ആക്സിസിൻ്റെ മുകളിലേക്കാണെങ്കിൽ എന്താണ്? വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. താഴത്തേക്കാണെങ്കിൽ എന്താ? നെഗറ്റീവ് ആയിരിക്കും. സിമ്പിളാ അല്ലേ? അപ്പം നമുക്ക് അത് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതും ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ ഫില്ല് ചെയ്യാം. ഓക്കെ ഓക്കെ നോക്കിയേ, ഇവിടെ മിസ് പറയാം. ഇവിടെ നോക്കിയേ, നമ്മുടെ ഇൻസിഡൻറ്റ് റേ എന്താണ്? ഇൻസിഡൻറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. എന്താണ് ഇൻസിഡൻറ്റ് റേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ബാക്കി ടേംസ് ഒന്നും നോക്കണം, നമുക്ക് ആകെ യുവും വിയും അതൊക്കെ മാത്രം അറിഞ്ഞാൽ മതി. ഇൻസിഡൻറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ യുവിൻ്റെ വാല്യൂ എത്ര? ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻ ഇതാണ്, പക്ഷേ യു ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ മെഷർ ചെയ്യുക. യുവിൻ്റെ വാല്യൂ എത്രയാണ്? -25 ആണ്. മനസ്സിലായോ? കണ്ടോ? 25 ആണ്. പക്ഷെ എന്താ? യുവിൻ്റെ ഡയറക്ഷൻ 25 ആണെങ്കിൽ പോലും പക്ഷെ നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ അതെന്താ? -25 ആകും കേട്ടോ. എന്താണ്? -25 ആക്കും. പക്ഷേ ബീൻ്റെ വാല്യൂ നോക്കിയേ, ബീൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ? ബീൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻസിഡൻറ്റ് റേ എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ബീൻ്റെ വാല്യൂ എന്താ? +100 ആണ്. മനസ്സിലായോ? എന്താ മിസ് പറഞ്ഞത്? യുവിൻ്റെ വാല്യൂ എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ? നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ വിൻ്റെ വാല്യൂ എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്, അതായത് ഒപ്റ്റിക്കിൽ നിന്നും, അതായത് ഇൻസിഡൻറ്റ് റേൻ്റെ അതേ ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. അതെന്താ? പോസിറ്റീവ് ആണ്, വാല്യൂ ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താ? ഫോക്കൽ ലെങ്ത് എഫ്. ഫോക്കൽ ലെങ്ത് എത്രയാ? 20 സെൻറ്റിമീറ്റർ അല്ലേ? 20 സെൻറ്റിമീറ്റർ ആണ്. അതും എവിടെ നിന്നാ? ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടാണല്ലോ. ഫോക്കൽ ലെങ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അതായത് ഇൻസിഡൻറ്റ് റേയുടെ ആ സെയിം ഡയറക്ഷനിൽ തന്നെ അല്ലേ. അതുകൊണ്ട് എന്താ? ഇത് +20 സെൻറ്റിമീറ്റർ ആട്ടോ. എന്താണ്? +20 സെൻറ്റിമീറ്റർ ആട്ടോ. സെറ്റ് അല്ലേ? അപ്പം നമ്മൾ VUF കണ്ടുപിടിച്ചല്ലേ. ഇനി നമുക്ക് HIയും HOയും കണ്ടുപിടിക്കാം. ആദ്യം ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് നോക്കാം. ഒബ്ജക്റ്റ് നോക്കിയേ, ഇതാണ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഇതൊരു 20 ആണ്, 10 ആണെന്ന് വിചാരിക്കും. 10 ആണെങ്കിൽ അതെന്തായിരിക്കും? 10 ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? അഫ്കോഴ്സ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഇത് ഒപ്റ്റിക് ആക്സിസിൻ്റെ മുകളിലേക്കല്ലേ, അതുകൊണ്ട് എന്താ? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. പക്ഷെ HI ആണെങ്കിലോ? HI ആണെങ്കിൽ എന്താ? മൈനസ് ആണ്. കാരണം എന്താ? ഒപ്റ്റിക് ആക്സിസിൻ്റെ താഴത്തേക്കാണ്, അതുകൊണ്ട് എന്താ? -4 സെൻറ്റിമീറ്റർ ആട്ടോ. എന്താണ്? -4 സെൻറ്റിമീറ്റർ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നമ്മളുടെ വാല്യൂ 1 2 3 4 ഒക്കെ ആയെങ്കിലും പക്ഷെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവ് ഇടണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം മിസ് ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മൾ ഇത്ര നേരം കേട്ടിരുന്ന സാധനത്തിലേക്കാണ്. എന്താണ്? നമ്മുടെ ലെൻസ് ഇക്വേഷൻ. ഓക്കെ, ലെൻസ് ഇക്വേഷൻ മിസ് ഇത്ര നേരം സസ്പെൻസ് ഇട്ടിരുന്ന ലെൻസ് ഇക്വേഷനിലേക്കാണ് കടക്കുന്നത്. ലെൻസ് ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലേ, മിസ് പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണല്ലേ ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ.
ലെൻസ് ഇക്വേഷൻ ഒന്നുമില്ല 1/f ഈക്വൽ ടു എന്താ 1/v മൈനസ് 1/u. എന്താണ് 1/v മൈനസ് 1/u? ഇത്രേ ഉള്ളൂ. എന്താണ് 1/f ഈക്വൽ ടു എന്താ 1/v മൈനസ് 1/u ട്ടോ. ഇതാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ കേട്ടിരുന്ന എന്താ ലെൻസ് ഇക്വേഷൻ. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. 1/f എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ u മൈനസ് വി ഡിവൈഡഡ് ബൈ യു വി എന്നാണ്. നമുക്കറിയാം 1/f ആണ് u മൈനസ് വി ഡിവൈഡഡ് ബൈ യു വി എന്നുള്ളത്. അപ്പോൾ നമുക്ക് f ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? f ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി. മനസ്സിലായില്ലേ? f ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി. ഇതാണ് ഇത്തിരി കൂടി സിംപിളർ വേർഷൻ. കാരണം നമുക്ക് എഫിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടാം. ഇത് ഇവിടെ നിന്നാകുമ്പോഴേക്കും നമുക്ക് എന്താ തിരിച്ചൊക്കെ ഇടേണ്ടി വരും. ഏതാണ് പക്ഷേ ലെൻസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതെടുക്കുക, അല്ലാത്ത കേസിൽ ഇതെടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇത് നോക്കിയേ, ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഇതൊരു ഇമേജ് ആണ്. ഒബ്ജക്റ്റിൻ്റെ 90 സെൻറ്റിമീറ്റർ ആണ്. ഇതെന്താ ഇമേജ് 30 സെൻറ്റിമീറ്റർ ആണ്. റൈറ്റ് ഡൗൺ ദ മെഷർമെൻറ്റ് യൂസിങ് ദ സൈൻ കൺവേർഷൻ. മെഷർമെൻറ്റ് എഴുതാൻ സിമ്പിൾ അല്ലേ? നമുക്ക് എഴുതാം. യു എത്ര 90 ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓഫ്കോഴ്സ് എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. അതായത് 90 ഇതാണെങ്കിൽ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇൻസിഡൻറ്റ് ലൈറ്റ് എന്താ ഇങ്ങോട്ടേക്കല്ലേ. ഇൻസിഡൻറ്റ് റേ അങ്ങോട്ടേക്കും മെഷർമെൻറ്റ് ഇങ്ങോട്ടായതുകൊണ്ട് എന്താ -90 സെൻറ്റിമീറ്റർ ആട്ടോ. എന്താ -90 സെൻറ്റിമീറ്റർ. ഇനി വി എന്താണ്? അത് ഈസിയാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. വി എന്താ 30 സെൻറ്റിമീറ്റർ ഡയറക്റ്റ് ആണ്. ഇനി എച്ച് ഐ എന്താ? എച്ച് ഐ എന്ത് സാധനം? എച്ച് ഐ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ല ഇമേജ് ഹൈറ്റ് ഇത്ര ഉള്ളല്ലേ. പക്ഷെ അതെന്താ അടിയിലേക്കല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? -0.6 സെൻറ്റിമീറ്റർ. ആൻഡ് ഓൾസോ എച്ച് ഒ എന്താ 0.8. പക്ഷെ പോസിറ്റീവ് അല്ലേ, കാരണം എന്താ മുകളിലേക്കല്ലേ. 0.8 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? ഈസി സൈൻ കൺവേർഷൻ നമ്മൾ ചെയ്തല്ലേ. അടുത്തത് എന്താ? കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ യുവും വിയും ഒക്കെ അറിയാം. ഇനി എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. യു പോസിറ്റീവ് 90 ആണ്, വി 30 ആണ്. അപ്പോൾ നമുക്കറിയാം യു എന്താ യു പോസിറ്റീവ് 90, വി എന്താ പോസിറ്റീവ് അല്ലേ, അല്ല -90 കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ -90. ഇതെന്താ 30 സെൻറ്റിമീറ്റർ. ഇനി എഫ് കണ്ടുപിടിക്കാനല്ലേ. നമുക്കറിയാം 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. എല്ലാവരും മിറർ ഇക്വേഷൻ പഠിച്ചുകൊണ്ട് അത് തെറ്റരുത്. 1/v പ്ലസ് 1/u ആണ് നമ്മുടെ മിറർ ഇക്വേഷൻ. അപ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ആരും കൺഫ്യൂസ് ചെയ്യരുത്. മൈനസ് ആണ് നമ്മുടെ ലെൻസ് ഇക്വേഷൻ കേട്ടോ. നമുക്ക് എഫ് ഈക്വൽ ടു എന്താ യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി അല്ലേ. അതിലിട്ട് കൊടുക്കാം. യു വി എത്രയാ? യു എത്രയാ? -90 ഇൻറ്റു വി എത്രയാ? 30 സെൻറ്റിമീറ്റർ അല്ലേ. 30 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ യു എത്രയാ? -90 മൈനസ് 30 അല്ലേ. സിമ്പിളാ അല്ലേ. എന്താ 90 ഇൻറ്റു 30 എത്രയാ? നമുക്കറിയാം 2700. പക്ഷെ മൈനസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ -90 30 പോയാൽ 60 -60. സോറി, പ്ലസ് ആണ് ചെയ്യേണ്ടത്. മിസ്സിൻ്റെ കൺഫ്യൂഷനായി. പ്ലസ് ആണ് ചെയ്യേണ്ടത്. പ്ലസ് എന്താ 120 അല്ലേ. 120 നെഗറ്റീവ് നെറ്റ് അല്ലേ. അപ്പോൾ പ്ലസ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് 3ൻ്റെ ടേബിളിൽ നോക്കാം. 3ൻ്റെ ടേബിളിൽ 270 എത്രയാ? 270 എത്രയാ? നമ്മുടെ 90 അല്ലേ. ഇതെത്ര? 4 ആണ് അല്ലേ. 4 അല്ലേ. ലാസ്റ്റ് നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പോയിന്റ് ഇട്ട് വരും. പോയിന്റ് ഇട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം 22.5 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിവൈഡ് ചെയ്ത ആൻസർ കിട്ടും. പക്ഷേ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. ഇത് മുകളിലും താഴെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇതെന്താ
കട്ടായി പോയിട്ട് പോസിറ്റീവ് വാല്യൂ ആയി. എന്താണ് 22.5 സെൻറ്റിമീറ്റർ കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലേ, ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പം നമുക്കറിയാം പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയാൽ അത് കോൺവെക്സ് ലെൻസിലാട്ടോ യൂസ് ചെയ്യുക. അത് നമുക്കറിയാം. ഫോക്കസ് പോസിറ്റീവ് ആണെങ്കിൽ, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്താണ്, കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. അപ്പം അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരും. അത് നമുക്ക് വേറെ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് കാണിക്കുന്നതെങ്കിൽ അതെന്താണ്, കോൺവെക്സ് ലെൻസ്. അതൊന്ന് നോട്ട് ചെയ്ത് എല്ലാവരും വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി ഒരു ഒറ്റ പ്രോബ്ലം കൂടി ഉള്ളേ. എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 20 സെൻറ്റിമീറ്റർ and an object of height 2 cm is placed at a distance 30 cm from the lens of an optic axis. Calculate distance from the lens to image. അപ്പോൾ നമുക്ക് V ആണ് കണ്ടുപിടിക്കേണ്ടത്. U എന്താ കണ്ടോ, ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ഇമേജ് ആണ്, ഇമേജ്. അപ്പോൾ V അറിയില്ല, U നമുക്കറിയാം. U എത്രയാ, 20 എത്രയാ, U എത്ര 30 സെൻറ്റിമീറ്റർ അല്ലേ, എത്രയാണ് 30 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആകുമ്പോൾ അതിൻ്റെ ഇമേജ് എന്താ, ഇവിടെ ഇരിക്കാൻ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വന്നുവരും. നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അഫ്കോഴ്സ് യു എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കില്ലേ, യു നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അതിൽ എനിവൺ ഹാവ് എനി ഡൗട്ട്സ്, യുവിൽ എന്താ, യു നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം വിയും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, വി ഫോം ചെയ്യണത് ഏത് ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷനിൽ തന്നെ ഇരിക്കും. അപ്പോൾ വിയും നെഗറ്റീവ് ആണ്. പക്ഷെ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ആൻഡ് ഓൾസോ നമുക്കിനി എന്താ അറിയേണ്ടത്, എഫ് അറിയണം. എഫ് എത്രയാ, 20 സെൻറ്റിമീറ്റർ അല്ലേ. എഫ് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോഴും നിങ്ങൾ ആലോചിച്ചേ, എഫ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ ഇമേജും എല്ലാം ഫോം ചെയ്യണത് ഈ ഡയറക്ഷനിലാണ്. പക്ഷെ ഇൻസിഡന്റ് ലൈറ്റ് ഇങ്ങനെയല്ലേ, അപ്പം അതും എന്താണ്, നെഗറ്റീവ് ആട്ടോ, നെഗറ്റീവ് ആണ്. ഇനി എന്താ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 1/f = 1/v - 1/u അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാ, 1/v. അപ്പം അതിനവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ ഒരുമിച്ച് കൊണ്ടുവരാം. 1/v = 1/f + 1/u അല്ലേ. മിസ് അടുത്ത പേജിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 1/v = 1/f + 1/u. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. u + v, u + f / uf. നമുക്ക് u എത്രയെന്ന് അറിയാലോ, -30 അപ്പം ഇത് ഇങ്ങനെ ചെയ്യണ്ട. നമുക്ക് എന്താ ഈസിയർ വേറെ എന്താ, ഇത് 1/v ആണ്. നമുക്ക് എന്താ കിട്ടേണ്ട, v അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ 1/v ആണിത്. അപ്പോൾ v = എന്താ, uf / u + f ആട്ടോ. അപ്പോൾ u എന്താ, -30 × -20 / -30 + -20. സിമ്പിളായിട്ട് കിട്ടിയല്ലേ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എത്ര, പോസിറ്റീവ് ആണ്. 600 കിട്ടി. ഡിവൈഡഡ് ബൈ മൈനസ് ഇൻറ്റു മൈനസ് എന്താ, -60, സോറി -50. അപ്പം എത്ര കിട്ടി, 12 കിട്ടി അല്ലേ. എന്താണ്, 12 കിട്ടി. പക്ഷേ ഇതെന്താണ്, -12 അല്ലേ. എന്താണ്, -12 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ. അപ്പം മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു വീൻ്റെ വാല്യൂ എന്താ, മൈനസ് ആയിരിക്കുന്നു. കാരണം എന്താ, ഓപ്പോസിറ്റ്, അതായത് ഇൻസിഡൻറ്റ് റേയുടെ ആ ഡയറക്ഷൻ തന്നെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യണതും. അതെന്താ, അപ്പോൾ അതുകൊണ്ട് ഇൻസിഡൻറ്റിൽ നിന്ന് അങ്ങോട്ടേക്കും വാല്യൂ നോക്കുമ്പോഴേക്കും പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ലെൻസ് ഇക്വേഷൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് മിസ്സിന് തോന്നി. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ റേ ഡയഗ്രാം ഇമേജ് ഫോംഡ് ഓൺ എ കോൺകേവ് ലെൻസ് നോക്കി, പിന്നെന്താ ലെൻസ് ഇക്വേഷനും നോക്കി അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, മിസ് ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ ഇത് ബാക്കിയായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ ദെൻ ബൈ.